3 കാര്യങ്ങൾ. ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയതും, പിന്നെ എൻ്റെ വീടിൻ്റെ പാല് കാച്ചലും, പിന്നെ സ്കൂളിൽ പഠിച്ചവരുടെ ഗെറ്റ് ടുഗദറും. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഈ ഒരാഴ്ച ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു SRT വ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വ്ലോഗാണിത്. കാരണം നമ്മുടെ ചാനൽ കംപ്ലീറ്റ് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ വ്ലോഗാണിത്. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ എപ്പോഴൊക്കെയോ സൂചിപ്പിച്ചിരുന്നു, എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് 2019 ആ ചാനൽ ഇതുപോലെ നമുക്ക് ഏണിങ്സ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ കൊണ്ട് ചാനൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം 2022 ഞാൻ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിലും നമുക്ക് ഇതുപോലെ ഏണിങ്സ് വന്നു, പക്ഷെ വിഡ്രോ ചെയ്യാൻ പറ്റാതെ അത് വീണ്ടും ആഡ്സെൻസ് ഇഷ്യൂ ആയിട്ട് ഞാൻ അത് വീണ്ടും ക്ലോസ് ചെയ്തായിരുന്നു. അങ്ങനെ ഫൈനലി ഇനി ഒരു യൂട്യൂബ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ചാനലായിരിക്കും. ഇതല്ലാതെ ഞാൻ ഇനി വേറെ തുടങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്റെ അവസാന അറ്റംപ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ ചാനൽ SRT വ്ലോഗ്സ്. അൽഹംദുലില്ലാ, ഇന്നലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, നമ്മുടെ ചാനൽ കംപ്ലീറ്റ് മോണിറ്റൈസേഷൻ ആയി. ആക്ച്വലി നമ്മളിപ്പോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം ആയി. പക്ഷേ 1 മാസം അല്ല 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം നമ്മുടെ ഈ ചാനൽ മീറ്റ് ചെയ്തായിരുന്നു. ആ ടൈം ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വിത്തിൻ 2 വീക്സ് എനിക്ക് എല്ലാ ക്രൈറ്റീരിയയും ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. 4,000 സബ്സ്ക്രൈബേഴ്സും 1,000 സബ്സ്ക്രൈബേഴ്സും 4,000 വാച്ചിങ് പബ്ലിക് വാച്ച് അവേഴ്സ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയതായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ നമ്മുടെ കഴിഞ്ഞ ചാനലുകൾ ഫേസ് ചെയ്ത പോലെ ആഡ്സെൻസ് ഭയങ്കര സ്റ്റക്ക് തന്നെയായിരുന്നു. ഈ ചാനലിൽ ഞാൻ എൻ്റെ പഴയ ആഡ്സെൻസ് കൊണ്ടുവരുമ്പോഴൊക്കെ ഒരേ ഇഷ്യൂ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാതെ. സോ ഞാൻ വിചാരിച്ചു ഇതും പാതി വഴിക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. ഓരോ ദിവസവും ഇരുന്ന് വർക്ക് ചെയ്ത് പഠിച്ച് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് ഇപ്പോൾ ഏതൊരാൾക്കും ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് മുതൽ മോണിറ്റൈസേഷൻ ആക്കുന്നവരുള്ള എല്ലാ സ്റ്റേജും പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഞാനിപ്പോൾ സെറ്റായി. അത്രമാത്രം ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് ഓരോ എൻ്റെ മിസ്റ്റേക്കുകളും അഴിച്ച് പണിത് ഫൈനലി ഇന്ന് നമ്മുടെ ചാനൽ കംപ്ലീറ്റ് മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും വീഡിയോ കാണാൻ വരുന്നത് കൊണ്ടൊക്കെയാണ് നമുക്ക് ക്രൈറ്റീരിയ പെട്ടെന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് താങ്ക്സ് പറയാൻ ആരുമില്ല. കാരണം ഇതിൽ സ്റ്റക്കായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂ എനിക്ക് പറഞ്ഞു തരാനൊന്നും ഒരു ഹെൽപ്പും ഞാൻ ആരുടെ ചോദിച്ചില്ല. തനിയെ ഇരുന്ന് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ഇത് ഗീവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയതിൽ ഞാൻ എന്നോട് തന്നെ താങ്ക്സ് പറയുവാണ്. ആൻഡ് ദൈവത്തിനും നന്ദി. ആൻഡ് മൈ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളോടും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് വ്ലോഗൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യണം. കാരണം ഇനിയാണ് നമുക്ക് ഏണിങ്സ് വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ വ്ലോഗ് ഉൾപ്പെടെ ഇനി ഞാൻ അങ്ങോട്ട് എന്ത് പോസ്റ്റ് ചെയ്താലും നമുക്ക് ഏണിങ്സ് വന്ന് തുടങ്ങും. സോ ഭയങ്കര ഹാപ്പിയാണ്. ഈവൻ അത് 1 രൂപയായാൽ പോലും ഞാൻ ഇതിലിടുന്ന ഒരു എഫേർട്ടിന് പേ ചെയ്യുന്നതാണല്ലോ. സോ ഭയങ്കര പ്രൗഡ്, ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് വേറൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ വീടിന്റെ പാല് കാച്ചൽ, അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ ഡബിൾ ഹാപ്പിനെസ് ആണ് ഇന്നത്തെ ഈ വ്ലോഗിന്. ഒന്ന് നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആയതും, പിന്നെ എൻ്റെ പുതിയ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിലേക്കായിട്ട് ഞാൻ നാട്ടിൽ പോവുകയാണ് ഒരാഴ്ചത്തേക്ക്. ജസ്റ്റ് പോയിട്ട് ഞാനിങ്ങ് പോരും. അപ്പോൾ ഫംഗ്ഷൻ അല്ല കേട്ടോ, ഹൗസ് വാമിംഗ് അല്ല. ഹൗസ് വാമിംഗ് നമ്മൾ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഇന്റീരിയർ കംപ്ലീറ്റ് ആവാനുണ്ട്, ലാൻഡ്സ്കേപ്പ് ചെയ്യാനുണ്ട്, ഫൈനൽ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ പാല് കാച്ചിയിട്ട് ഞങ്ങളുടെ ഹിന്ദു മതപ്രകാരം ഗണപതി പൂജ, ദേവി പൂജ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പാല് കാച്ചലിനോട് തന്നെ കൂടിയിട്ട് ഈ ഒരു പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഫൈനൽ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പാല് കാച്ചലും പൂജ കുറച്ചുകൂടി നേരത്തെ വെച്ചത്. അത് കഴിഞ്ഞിട്ടൊന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര ഹാപ്പി. ഒരുപാട് നാളത്തെ എൻ്റെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ തീർച്ചയായും പാലുകാച്ചിന്റെ വ്ലോഗൊക്കെ അപ്കമിങ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഈ മോണിറ്റൈസേഷന്റെ വിശേഷങ്ങൾ പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ എൻ്റെ ട്രാവൽ വ്ലോഗും കൂടിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ പാക്കൊക്കെ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫ്രം ഷാർജ ടു കൊച്ചി, ആ ട്രാവൽ വ്ലോഗ് ആയിരിക്കും ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ ഇനി പാക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. എനിക്ക് എമിറേറ്റ്സിലാണ് എടുത്തിരിക്കുന്നത്. സോ ടിക്കറ്റ് വെയിറ്റ് ആകെ 20 kg അലൗഡ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴും നാട്ടിൽ പോകുന്നത് കൊണ്ട് അങ്ങനെ ഓവറായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ഇല്ല. കുട്ടികൾക്ക്, ചേച്ചിയുടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ചോക്ലേറ്റും നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരാഴ്ചത്തെ എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. പാക്കിംഗ് ആണെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. നാട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു ഇവിടുന്ന്, ഡ്രാഗൺ മാർട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഇന്നാണ് കാർഗോ വന്നിട്ട്, ഇന്നാണ് നമ്മൾ അത് നാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബൈ സീ ആണ്, സീ കാർഗോ. ഇനി അതൊരു 20-25 ഡേയ്സിൽ നാട്ടിലെത്തും.
സോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ നാട്ടിൽ പോകുമ്പോൾ വേറൊരു വിശേഷം കൂടിയുണ്ട്, വേറൊരു ഭയങ്കര വലിയ സന്തോഷം കൂടിയുണ്ട്. കാരണം 13th സെപ്റ്റംബർ 13th ഞങ്ങളുടെ സ്കൂളിന്റെ ഗെറ്റ് ടുഗദർ ആണ്. സ്കൂൾ മീൻസ് +1 +2 മാത്രം. +1 +2 പഠിച്ച സഹപാഠികളുടെ ഒരു സംഗമമാണ് സെപ്റ്റംബർ 13th. സോ അന്ന് +2 പഠിച്ചിറങ്ങിയ കുറേ എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ അതിനുശേഷം ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പൊ അതും വ്ലോഗ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മാക്സിമം അത് ട്രൈ ചെയ്യുന്നതാണ് വ്ലോഗ് ആക്കാനായിട്ട്. കാരണം അന്ന് +1 +2 കാലഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാവും, അതിനുശേഷം എത്രയോ മാറ്റങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. കുറേ പേർക്ക് അതിൽ കുടുംബമായി, കുട്ടികളായി, എല്ലാവരും കുറച്ചും കൂടി പ്രായമൊക്കെ എത്തി, ഫിസിക്കൊക്കെ മാറിയിട്ടുണ്ടാവും എല്ലാവരുടെയും. ആൻഡ് മൈൻഡ് സെറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മെച്യൂർഡ് ആയിട്ടുണ്ടാവും എല്ലാവരും. അന്നത്തെ കുട്ടികളി ഒന്നും ആയിരിക്കില്ല എല്ലാവർക്കും. സോ എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണണം, ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം, മറന്നുപോയ പഴയ മുഖങ്ങളെയൊക്കെ ഒന്ന് വീണ്ടും മുമ്പിൽ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും അന്നത്തെ ദിവസം പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ പഠിച്ച സ്കൂളിൽ വീണ്ടും കയറി ചെല്ലുക, അത് നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കളായിട്ട് തന്നെ കയറി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. സെയിം സ്കൂളിൽ തന്നെ ഞങ്ങൾ 10th ഗെറ്റ് ടുഗദർ കുറച്ച് 2 വർഷം മുമ്പായിട്ട് 10th ഗെറ്റ് ടുഗദർ നടത്തിയായിരുന്നു കേട്ടോ. അന്നും സെയിം സ്കൂളിൽ തന്നെയായിരുന്നു. അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ. അതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ സ്കൂളിലായിരിക്കില്ല ഇത്തവണ, കാരണം അവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്തായിരിക്കും എല്ലാവരും കൂടെ കൂടാൻ നിൽക്കുക. സ്കൂളിലായിരിക്കില്ല എന്ന് തോന്നുന്നു, അറിയില്ല ബാക്കി വിശേഷങ്ങൾ. അതിൽ ഗ്രൂപ്പിലൊക്കെ സ്കൂൾ +2 ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൾ ധമാക്കിയാണ് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര 3 കാര്യങ്ങൾ, എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയതും, പിന്നെ എൻ്റെ വീടിൻ്റെ പാല് കാച്ചലും, പിന്നെ സ്കൂളിൽ പഠിച്ചവരുടെ ഗെറ്റ് ടുഗദറും. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഈ ഒരാഴ്ച ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, പാക്കിങ് നിങ്ങളെ കാണിക്കണോ? കുറച്ച് ഡ്രസ്സും നട്ട്സും ചോക്ലേറ്റും മാത്രമേ പാക്ക് ചെയ്യുള്ളൂ, പ്രത്യേകിച്ച് വലിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ എമിറേറ്റ്സിലെ രാത്രി വെളുപ്പിന് 3:30 ഫ്ലൈറ്റ് ആണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോഴേക്കും അവിടെ ലാൻഡ് ചെയ്യും, കൊച്ചിയിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ പോകെ പോകെ നമുക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോകാം അല്ലേ? ഓക്കെ, സ്റ്റേ ട്യൂൺ. അങ്ങനെ എന്താ വീണ്ടും നമ്മുടെ മഞ്ഞപ്പെട്ടി ഇല്ലാതെ ഒരു പരിപാടിയില്ല. ആകെ 20 കിലോ ഉള്ളൂ, പക്ഷെ എൻ്റെ ഈ ലഗേജ് തന്നെ ഉണ്ടാവും, ഈ ട്രോളിയുടെ വെയിറ്റ് തന്നെ ഉണ്ടാവും 5 കിലോ. ഇത് മഞ്ഞപ്പെട്ടിന്റെ കുഞ്ഞിപ്പെട്ടി. ഇത്തവണ നമുക്ക് 2 പെട്ടിന്റെ ആവശ്യമില്ല, 1 തന്നെ മതിയാവും, പെട്ടെന്ന് പോയിട്ടിങ് വരുമല്ലോ. ഞാൻ എൻ്റെ ഷെൽഫ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് തുറക്കില്ല, കാരണം എല്ലാം വാരി വലിച്ചു വെച്ചേക്ക് വരിക്കും. സോ ഞാൻ പാക്കിങ്ങിന്റെ ഫൈനൽ സ്റ്റേജ് നിങ്ങളെ കാണിക്കാം, അത് മതി. അങ്ങനെ പെട്ടി പാക്ക് ചെയ്തു, ഞാൻ റെഡിയായി. ഇതെൻ്റെ പുതിയ കോസ്റ്റ്യൂമാണ്, സിമ്പിൾ ഒരു കോട്ടൺ സ്കേർട്ടും ഇങ്ങനത്തെ ഒരു ടൈറ്റ് ടീഷർട്ടും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ കളർ കോംബോ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫുള്ള് സെറ്റായി. ഇനി നമുക്ക് 1 മണിക്ക് ഇറങ്ങിയാൽ മതി, ഇഷ്ടംപോലെ ടൈമുണ്ട്. ആ കുറച്ച് നേരത്തിനുള്ളിൽ ലൈവ് പോകാം അല്ലേ? ഇന്നും കൂടിയല്ലേ ഉള്ളൂ നമ്മുടെ ഷാർജയിലെ ലൈവ്. ഞാൻ നാട്ടിൽ ചെന്നിട്ട് ലൈവ് മാക്സിമം പറ്റുമെന്ന് നോക്കും. പൊതുവേ ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ലൈവിൽ വരാറില്ല ടിക്ടോക്കിൽ. ഇന്നിപ്പോൾ എന്തായാലും കുറച്ചും കൂടി സമയം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ലൈവിലൊക്കെ പോയിട്ട് സമയമാകുമ്പോൾ ഇറങ്ങാം അല്ലേ? എന്തെങ്കിലും മറന്നോ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ സഫാരിയിൽ നിന്ന് വാങ്ങിച്ച ബാഗാട്ടോ. നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ ഇനിയിപ്പോൾ ആക്റ്റീവായിട്ട് ചെയ്യണ്ടേ, അപ്പോൾ ടാബൊക്കെ കൊണ്ടുപോകണം നാട്ടിലേക്ക്. സോ ഇങ്ങനത്തെ ഒരു ബാഗ് പോയിട്ട് പർച്ചേസ് ചെയ്തു. ഇതിലെൻ്റെ പേഴ്സണൽ തിങ്സും ടാബും ഫോണും ചാർജറും പവർ ബാങ്ക് എല്ലാം സെറ്റ്. ഇത്രയാണ് എൻ്റെ ലഗേജ്. കുറച്ചൊരു ലൈവിൽ ഇരുന്നിട്ട് നമുക്ക് ഇറങ്ങാം, ഓക്കെ? പക്ഷേ ശ്രുതി ഇങ്ങനെ എല്ലാവരും പറയും ലൈവിൽ ഇരുന്നിട്ട് ഗൈസ്, എൻ്റെ ഒക്കെ വന്നെങ്കിൽ എൻ്റെ പൈസ എല്ലാം കൊടുക്കുന്ന ശ്രുതിയാണ്. അതെന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ഉറപ്പ് എന്നോട് ചിലവാക്കിയില്ല. ഞാനൊരു 1.5 മണിക്കൂർ ടിക്ടോക്കിൽ ലൈവൊക്കെ പോയിട്ടോ. ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങുവാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാം, ഓക്കെ? ബൈ ബൈ ആൻഡ് ബൈ ഹോം. ഐ വിൽ മിസ് യു. ഇനി തിരിച്ചു വരുന്നവരെ ഞാൻ വീടൊക്കെ ഭയങ്കര മിസ് ചെയ്യും. ടാറ്റാ. तो पागल
ഹാപ്പി ഹാപ്പി ഹായോന്ന് അപ്പൊ ഹാപ്പിയാണോ? നമ്മൾ ഒരേപോലത്തെ കളറാണല്ലോ. ഭയങ്കര ചൂടാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയ പോലെ അല്ല. പക്ഷെ ദുബായിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടെത്താറായി. Finally, I reached my room. ഗൈസ്, ഞങ്ങളങ്ങനെ വീട് കാണാൻ പോവാണ്. ഇല്ല നിങ്ങൾക്ക് ഇറങ്ങില്ലേ? ഹലോ. അങ്ങനെ വന്ന പാടെ വീടൊക്കെ പോയി കണ്ടു, സന്തോഷമായി. ഇനി ജസ്റ്റ് ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല. ബ്രഷ് ചെയ്യണം, കുളിക്കണം, വല്ലതും പോയി കഴിക്കണം, നല്ലപോലെ ഒന്ന് ഉറങ്ങണം. ഇന്ന് വൈകുന്നേരം പൂജയാണ്, ദേവി പൂജ. നാളെയാണ് പാല് കാച്ചൽ. നാളെ പാല് കാച്ചലും അത് കഴിഞ്ഞ് ഗണപതി പൂജ. ഇന്ന് രാത്രി ദേവി പൂജ. സോ നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ 5:30 ആകുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുവാണ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം ശ്രുതി തമ്പി.